കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൃത്യം നടത്തിയത് വളരെ ആസൂത്രിതമായിട്ടാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അനിലയെ കൊലപ്പെടുത്താൻ പെട്രോൾ വാങ്ങിയത് തഴുത്തലയിൽ നിന്നാണെന്നും വിവരമുണ്ട്. എഫ്ഐആറിൻ്റെ പകർപ്പ് 24 കിട്ടി. സംഭവത്തിൽ പ്രതി പത്മരാജൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. MG പ്രതീഷ് കൊല്ലത്തുനിന്ന് വീണ്ടും ചേരുന്നു. ചെമ്മാമുക്കിലെ ഈ കൊലപാതകത്തിൽ വളരെ ആസൂത്രിതമായി കുറേ കാലത്തെ പ്ലാനിങ്ങോടെയാണ് ഈ പ്രതി പത്മരാജൻ നടപ്പിലാക്കിയത് എന്ന് വേണം വിവരം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷ ഇപ്പോൾ ലഭിക്കുന്നത്? SKN കൊല്ലം തഴുത്തല സ്വദേശിയായ അനിലയെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ക്രൂരകൃത്യം നടന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രതി കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. പോലീസിന്റെ എഫ്ഐആറിലും അത് തന്നെയാണ് വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യം. ഈ പ്രതിക്ക് ഭാര്യയോടുള്ളൊരു സംശയമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ സംശയത്തെ തുടർന്ന് ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്താനുള്ള ഉദ്ദേശമായിരുന്നു പ്രതിക്ക് ഉണ്ടായിരുന്നത്. ഇതിനായി ഈ മുൻകൂട്ടി തന്നെ പ്രതി ഈ കൊലപാതക കൃത്യം ആസൂത്രണം ചെയ്തിരുന്നു. കൊലപ്പെടുത്തുന്നതിനായി കൊല്ലം തഴുത്തലയിൽ നിന്ന് 300 രൂപയ്ക്ക് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയാണ് പ്രതി ഇരുവരെയും പിന്തുടർന്നത്. ഈ ഭാര്യ ഈ കാറിൽ പോകുന്ന സമയത്ത് ഈ പുറകെ ഭർത്താവ് പത്മരാജൻ പിന്തുടരുകയായിരുന്നു. ഈ ഭാര്യയെയും സുഹൃത്തിനെയുമാണ് പ്രതി ലക്ഷ്യമിട്ടത്. പക്ഷേ ഈ അപകടം നടക്കുന്ന സമയത്ത് ഭാര്യയ്ക്കൊപ്പം ഈ കാറിലുണ്ടായിരുന്നത് ഈ ഭർത്താവ് സംശയിച്ചിരുന്ന സുഹൃത്തായിരുന്നില്ല. ഭാര്യ ജോലി ചെയ്തിരുന്ന ബേക്കറിയിലെ ജീവനക്കാരനായിരുന്നു കാറിലൊപ്പം ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്തെത്തുകയും ഈ ആദ്യം ഭാര്യ സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ കാറിന് സമീപത്തായി ഈ പ്രതി സഞ്ചരിച്ച ഒമിനി കാർ കൊണ്ടു നിർത്തുകയും ഭാര്യയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത ശേഷമാണ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഈ ഭാര്യ സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഒഴിച്ചത്. ഭാര്യയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ഈ തുടർന്ന് ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് പ്രതിക്ക് ഇത് ഭാര്യയുടെ സുഹൃത്തല്ല, ഈ ഹോട്ടലിലെ ജീവനക്കാരനാണെന്ന് മനസ്സിലായത്. പക്ഷേ ഈ ആക്രമണത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഈ ജീവനക്കാരനായ സോണിക്കും പരിക്കേറ്റിട്ടുണ്ട്. സോണിയെ ആദ്യം കൊല്ലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. പിന്നീട് ഈ പൊള്ളലേറ്റ ഈ ഒരു കാലിലും കയ്യിലുമാണ് പൊള്ളലേറ്റുള്ളത്. പൊള്ളലേറ്റത് കുറച്ച് ഗുരുതരമായതുകൊണ്ട് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. പ്രതിയെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതി പത്മരാജൻ ഉള്ളത്. ഈ പത്മരാജന്റെ മുൻകാല പശ്ചാത്തലം അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയല്ല ഈ പത്മരാജൻ എന്നുള്ള പ്രാഥമിക വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നാളുകളായി തുടർന്ന് വന്നിരുന്ന ഈ കുടുംബ വഴക്കാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പ്രതിയെ പ്രേരിപ്പിച്ചത്. ഈ പത്മരാജന്റെ രണ്ടാം ഭാര്യയാണ് കൊല്ലപ്പെട്ട അനില. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായാണ് ഇത്രത്തോളം ഈ ഒരു കുടുംബ പ്രശ്നം രൂക്ഷമായത്. പലതവണ ഈ പല ഘട്ടങ്ങളിൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു എന്നതാണ് ബന്ധുക്കളും പറയുന്ന കാര്യം. ഇതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് അതൊരു കൊലപാതകത്തിലേക്കും ക്രൂരമായ കൃത്യത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. പ്രതി ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായി നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നയിച്ചതിന്റെ കാരണങ്ങളും പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുന്നത്. പക്ഷേ ആ പ്രതി പറഞ്ഞ മൊഴികൾ സാധൂകരിക്കുന്നതിനുള്ള മറ്റ് തെളിവുകൾ കൂടി പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അത് ഈ കൊല്ലപ്പെട്ട ഈ അനിലയുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുക, ഒപ്പം പ്രതി പത്മരാജന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ദൃക്സാക്ഷികൾ അടക്കമുള്ളവരിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് രാവിലെയോടെ കടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MG പ്രതീഷാണ് കൊല്ലം ചെമ്മാമുക്കിൽ നിന്ന് തത്സമയം ചേർന്നത്.